പൃഥു മഹാരാജാവ് തുടരുകയാണ്. പരമപവിത്രവും സനാതനവുമായ വേദം കണ്ണാടിയിൽ മുഖം എപ്രകാരം പ്രതിഫലിക്കുന്നുവോ അപ്രകാരം ഏതൊരുവനിലാണോ പ്രകാശിക്കുന്നത്, വേദമന്ത്രങ്ങളിലും വൈദിക കർമ്മങ്ങളിലും പരമാവധി ശ്രദ്ധയോടുകൂടിയ തപോനിഷ്ഠ വിധി നിഷേധങ്ങളുടെ യഥാവിധിയുള്ള ആചരണവും അനാചരണവും, ആവശ്യത്തിന് മാത്രമുള്ള സംസാരം, സംയമം, മനസ്സിൻ്റെ ഏകാഗ്രത എന്നിവയെല്ലാം സദാ അനുഷ്ഠിച്ചുകൊണ്ട് വേദത്തിൻ്റെ പൊരുളായ പരമപുരുഷന്റെ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കാനായി ഏതൊരുവരാണോ എക്കാലത്തും പരിശ്രമിക്കുന്നത്, ആ ഉത്തമ ബ്രാഹ്മണർ ഭഗവാന് സമന്മാർ തന്നെയാകുന്നു. നേരത്തെ പറഞ്ഞ ബ്രാഹ്മണ ശബ്ദത്തെ ഇദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ഒന്നും കൂടി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നിർവചിക്കുകയും കൂടി ചെയ്യുകയാണ് ഇവിടെ. പരമപവിത്രവും സനാതനവുമായ വേദം. സനാതനം എന്ന് പറഞ്ഞാൽ ഇറ്റേണലാണ്. അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ വേദങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. സനാതനമായ വേദം അറിവ്, കോൺഷ്യസ്നസ്. കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള അറിവ്, അവയർനെസ്, അതാണ് സനാതനം. അത് പരമപവിത്രവുമാണ്. ഈ പരമപവിത്രവും സനാതനവും ഇറ്റേണലുമായിട്ടുള്ള അറിവ് നമ്മളിൽ ഓരോരുത്തരിലും ഇപ്പോൾ ഉണ്ട്. അതുണ്ടാക്കിയെടുക്കേണ്ടതല്ല, അതിപ്പോഴുണ്ട്. പരമപവിത്രവും സനാതനവുമായ വേദം കണ്ണാടിയിൽ മുഖം എപ്രകാരം പ്രതിഫലിക്കുന്നുവോ അപ്രകാരം ഏതൊരുവരിലാണോ പ്രകാശിക്കുന്നത്. കണ്ണാടിയിൽ മുഖം പ്രതിഫലിക്കുന്നത് പോലെ, റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ അവയർനെസ് നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺഷ്യസ്നസ് കണ്ണാടിയാണെങ്കിൽ അതിലുള്ള റിഫ്ലക്ഷനാണ് അവയർനെസ്. അത് കണ്ണാടിയിലെ മുഖം പോലെ ഏതൊരുവരിലാണോ പ്രകാശിക്കുന്നത്. പ്രകാശിക്കുന്നത് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിനെയും വെളിപ്പെടുത്തുക. വേദമന്ത്രങ്ങളിലും വൈദിക കർമ്മങ്ങളിലും പരമാവധി ശ്രദ്ധയോടുകൂടിയ തപോനിഷ്ഠ. വേദമന്ത്രങ്ങളിലും വൈദിക കർമ്മങ്ങളിലും അറിവ് ഉരുത്തിരിഞ്ഞു വരുവാൻ ആവശ്യമായിട്ടുള്ള മനനങ്ങൾ, അതാണ് മന്ത്രങ്ങൾ. പരമമായ അവയർനെസ്സിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന മനനത്തോടു കൂടിയത് മന്ത്രം. അപ്പോൾ വേദമന്ത്രങ്ങൾ അറിവിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന മനനം. വേദമന്ത്രങ്ങളിലും വൈദിക കർമ്മങ്ങളിലും ഇതേപോലെ തന്നെ അറിവിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രവൃത്തി, ഫിസിക്കലായിട്ടുള്ള പ്രവൃത്തി, ശരീരം ഉപയോഗിച്ചിട്ടുള്ള പ്രവൃത്തി. വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സുപയോഗിച്ചിട്ടുള്ള പ്രവൃത്തി. അപ്പൊ ശരീരം ഉപയോഗിച്ചിട്ടുള്ള പ്രവൃത്തിയും മനസ്സുപയോഗിച്ചിട്ടുള്ള പ്രവൃത്തിയും വേദമന്ത്രങ്ങളിലും വൈദിക കർമ്മങ്ങളിലും പരമാവധി ശ്രദ്ധയോടുകൂടി. പരമാവധി ശ്രദ്ധ, ഒരാൾക്ക് കഴിയുന്നതിൻ്റെ എക്സ്ട്രീം, അത്രേ ഉള്ളൂ. നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി ശ്രദ്ധയോടു കൂടിയ തപോനിഷ്ഠ, ഒറ്റ ലക്ഷ്യം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവൃത്തി. ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു? യാതൊന്നു ചെയ്വതതു നാരായണാർച്ചന. ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ശ്രീമൻ നാരായണന്റെ അർച്ചന. മനസ്സുകൊണ്ട് എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ അതെല്ലാം ശ്രീമൻ നാരായണന്റെ മന്ത്രജപം. അപ്പം വേദ മന്ത്രങ്ങളിലും വൈദിക കർമ്മങ്ങളിലും പരമാവധി ശ്രദ്ധയോടുകൂടിയ തപോനിഷ്ഠ, വളരെ അറ്റൻറ്റീവായിട്ടുള്ള തപസ്. ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി മനസ്സും ബുദ്ധിയും ശരീരവും ഏകീകരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട്, തപസ് ചൂടാണ്. ആ തപോനിഷ്ഠ വിധി നിഷേധങ്ങളുടെ യഥാവിധിയുള്ള ആചരണവും അനാചരണവും, ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യാതിരിക്കേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇതെല്ലാം പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് മാത്രമല്ല. ഈ ഡൂസ് ആൻഡ് ഡോൺസ് അവരവരെ അറിയുവാൻ ശ്രമിക്കുമ്പോൾ സ്വയം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും.
സെൽഫ് ഡിസിപ്ലിനാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഡിസിപ്ലിൻ. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്ക് ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. തുടക്കത്തിലൊന്നും ഉണ്ടായില്ലെങ്കിലും പേടിക്കേണ്ടത് ക്രമേണ ഉണ്ടാകും. ഇതൊക്കെ തുടക്കത്തിലേ എല്ലാം തികഞ്ഞവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ തുടക്കത്തിൽ ഇതൊക്കെ നമ്മളെ പോലുള്ളവരൊക്കെ തന്നെയാണ്. അബദ്ധങ്ങൾ പറ്റും, തെറ്റുകൾ പറ്റും, അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. തെറ്റുപറ്റാതെ ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ടൊരു കാര്യം ചെയ്യണം, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കൃത്യമായ ഉച്ചാരണം, അങ്ങനൊരു ഉച്ചാരണമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്നതിൻ്റെ പരമാവധി എന്നേ അർത്ഥമുള്ളൂ. വിധി നിഷേധങ്ങളുടെ യഥാവിധിയുള്ള ആചരണവും അനാചരണവും, ആവശ്യത്തിന് മാത്രമുള്ള സംസാരം, വിടുവായിത്തരം പറയാതിരിക്കുക. തന്ത്രശാസ്ത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്, സ്വസ്തുതിയും പരനിന്ദയും വർജിക്കേണ്ടതാണ്. അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ടും. ഈ സോഷ്യൽ മീഡിയയിൽ മിക്കവാറും എഴുതുന്നവരെല്ലാം അവരവരുടെ കേമത്തരങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സുസ്തുതിയുടെ ഇതിൽപ്പെടും. ഇനി അതല്ലെങ്കിലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ മോശക്കാരാക്കാൻ, അപ്പൊ അത് പരനിന്ദയിൽ പെടും. ഇത് രണ്ടും വർജിക്കേണ്ടതാണ്. ഇത് രണ്ടും സംസാരമാണ്. അപ്പം ആവശ്യത്തിന് മാത്രമുള്ള സംസാരം. മൗനവ്രതം എടുക്കണം എന്നല്ല പറയുന്നത്, ഉള്ളിൽ മൗനത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ആവശ്യത്തിന് സംസാരിക്കണം. ആരെങ്കിലും നമ്മളോട് വന്ന്, നമ്മൾ മൗനവ്രതത്തിലാണ്, ആരെങ്കിലും വന്ന് വഴി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാതിരിക്കണം എന്നല്ല. ഒരാൾ വന്ന് വഴി ചോദിച്ചാൽ വഴി പറഞ്ഞു കൊടുക്കാം, അതിനപ്പുറമുള്ളതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് സംസാരിക്കുക. സംയമം, ഇന്ദ്രിയങ്ങളെയൊക്കെ അറിഞ്ഞ് പെരുമാറുക, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ അറിഞ്ഞ് പെരുമാറുക. അണവേറായിട്ട് ഇന്ദ്രിയങ്ങളെ അലഞ്ഞു തിരിയാൻ വിടാതിരിക്കുക, അത് സംയമം. മനസ്സിൻ്റെ ഏകാഗ്രത, വൺ പോയിന്റഡ്നെസ്. ഈ മനസ്സ് ഏകാഗ്രമാകുന്നത് ഈ സംയമത്തിൻ്റെ പൂർത്തീകരണത്തിലാണ്. അവയർനെസ് ആണ് ഏകാഗ്രത. അപ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത എന്നിവയെല്ലാം സദാ അനുഷ്ഠിച്ചുകൊണ്ട്, എപ്പോഴാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്? രാവിലെ 3 മണി തൊട്ട് 6 മണി വരെയും, വൈകിട്ട് 6 തൊട്ട് 7:30 മണി വരെയും, അങ്ങനെയല്ല, സദാസമയവും എപ്പോഴൊക്കെ ഇതൊക്കെ ഓർക്കുന്നു അപ്പോഴെല്ലാം ഇത് ചെയ്യുക. എപ്പോഴൊക്കെയാണോ നമുക്കിതിന് സാധിക്കുന്നത് അപ്പോഴെല്ലാം ചെയ്യുക. എപ്പോഴൊക്കെയാണോ ഈശ്വരനെ ആരാധിക്കണമെന്ന് തോന്നുന്നത് അപ്പോഴെല്ലാം ഈശ്വരനെ ആരാധിക്കുക. അപ്പം ഈ ആരാധന പൂജാമുറിക്ക് മാത്രം ആക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൂജാമുറിയിലേക്ക് ഓടി വരേണ്ടി വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, പിന്നെ എവിടെയാ? ഈ ആരാധന തൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ എപ്പോഴൊക്കെ നാമം ജപിക്കണം തോന്നുന്നുവോ, ഈശ്വരന്റെ രൂപധ്യാനം ചെയ്യണം എന്ന് തോന്നുന്നുവോ, ഈശ്വര സ്തുതി ചെയ്യണമെന്ന് തോന്നുന്നുവോ, അപ്പോഴെല്ലാം അത് ചെയ്യുക. അതിനൊന്നും സമയമൊന്നുമില്ല. ഇന്ന സമയത്ത് ചെയ്യണം, ഇന്ന സമയത്ത് ചെയ്യരുത്, അങ്ങനൊന്നുമില്ല. എപ്പോഴും ചെയ്യാം. അതിനെ ശുദ്ധോ അശുദ്ധോ ഒന്നുമില്ല. ഈ ശുദ്ധം അശുദ്ധം ഇതൊക്കെ നമ്മളുണ്ടാക്കുന്നതാണ്, നമ്മളുടെ കൽപ്പനകളാണിത്. ഗണപതിയുടെ രൂപത്തിൽ നാം ആരാധിക്കുന്ന ആനയ്ക്ക് എന്ത് ശുദ്ധാശുദ്ധം? നമ്മുടെ ശുദ്ധാശുദ്ധങ്ങളാണോ ആനയുടെ ശുദ്ധാശുദ്ധം? അപ്പം അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല ഭൈരവ ക്ഷേത്രങ്ങളിലും നായ്ക്കളെ ഭൈരവനായി കണ്ട് ആരാധിക്കും. അവരുടെ ശുദ്ധാശുദ്ധമാണോ നമ്മുടെ ശുദ്ധാശുദ്ധം? ഈ ശുദ്ധാശുദ്ധങ്ങളൊക്കെ കൽപ്പിതം ആണ്. മനസ്സാണ് ശുദ്ധമായിരിക്കേണ്ടത്. അതുകൊണ്ട് ഏത് നേരത്തും ഈശ്വരനെ ആരാധിക്കാം. ഈശ്വരനെ ആരാധിച്ചാലുള്ള ഫലം എന്താ? മനഃശുദ്ധിയുമാണ്. അപ്പൊ ഇപ്പം നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ, സങ്കുലിതമാണ് എങ്കിൽ, സംഘർഷഭരിതമാണ് എങ്കിൽ, അതാണ് മാലിന്യം. ചിന്തകളുടെ സംഘർഷത്തിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈശ്വരനാമം ജപിക്കണം. അപ്പൊ എന്ത് പറ്റും? അത് ക്ലീൻ ചെയ്യപ്പെടും, മനസ്സ് ക്ലെൻസ്ഡ് ആകും. എന്നിവ സദാ അനുഷ്ഠിച്ചുകൊണ്ട് വേദത്തിന്റെ പൊരുളായ പരമപുരുഷന്റെ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കാനായി ഏതൊരുവരാണോ എക്കാലവും പരിശ്രമിക്കുന്നത് ആ ഉത്തമ ബ്രാഹ്മണർ ഭഗവാന് സമന്മാർ തന്നെയാകുന്നു. പരമഹംസര് തന്നെ ആയിരിക്കണം എന്നില്ല, തൊട്ട് താഴെയുള്ളവരും ഭഗവാന് സമന്മാർ തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിച്ച ബ്രാഹ്മണരെ അല്ല.
നമ്മളൊരു വിഭാഗം ആൾക്കാരെയാണ് ഈ ബ്രാഹ്മണർ എന്ന പദം കൊണ്ട് സാധാരണഗതിയിൽ വിവക്ഷിക്കുന്നത്. അവരെയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഈ ഒരു നിർവചനം കേട്ടപ്പം നമുക്ക് മനസ്സിലായി കാണും. ഒരു പക്ഷേ ഈ നിർവചന പ്രകാരം നോക്കിയാൽ ഞാനും നിങ്ങളുമൊക്കെ അതിൽ പെട്ടേക്കാം എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നിവയെല്ലാം സദാ അനുഷ്ഠിച്ചുകൊണ്ട് വേദത്തിന്റെ പൊരുളായ പരമപുരുഷന്റെ, വേദം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അറിവ്, അവയർനെസ് ആണ്. അതിന്റെ പൊരുള് ആരെക്കുറിച്ചാണ് അവയർനെസ് ആയി ഇരിക്കുന്നത്? അവയർനെസ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് അവയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ കോൺഷ്യസ്നെസ് ആണ് പരമമായ പൊരുള്. വേദത്തിന്റെ പൊരുളായ പരമപുരുഷന്റെ പരമാർത്ഥ തത്വത്തെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത്, അത് വാക്കുകൊണ്ട് പറയാവുന്നതല്ല, പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കാനായി ഏതൊരുവരാണോ എക്കാലവും പരിശ്രമിക്കുന്നത്, നേരത്തെയും പറഞ്ഞു സദാ അനുഷ്ഠിച്ചു കൊണ്ട്, ഇപ്പൊ പറയുന്ന എക്കാലവും, ഇതിന് ടൈമും പ്ലേസും ഒന്നുമില്ല. എപ്പോഴാണോ ഈശ്വരനെ ആരാധിക്കണം തോന്നുന്നത് അപ്പോൾ ആരാധിക്കാം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? അവയർനെസ്സാ. അപ്പൊ എപ്പോഴാണോ ഈശ്വരനെ ആരാധിക്കണം എന്ന് നമുക്ക് തോന്നുന്നത് അപ്പോഴെല്ലാം ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെക്കുറിച്ച് അവെയർ ആവുക. അതാണ് ദ മോസ്റ്റ് ഗ്രേറ്റ് സീക്രട്ട്. നമുക്കിപ്പോ ഈശ്വരനെ ആരാധിക്കണം തുടങ്ങി ഉടനെ ഇപ്പൊ നമ്മള് കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ അരിഞ്ഞ് പകുതിയായപ്പോൾ നമുക്ക് ഈശ്വരനെ ആരാധിക്കണം തോന്നി. അവിടെ നിർത്തി പൂജാമുറിയിലേക്ക് കൈയും കാലും മുഖമൊക്കെ കഴുകി പൂജാമുറിയിലേക്ക് ഓടി കുറെ പൂക്കൾ വാരി അർച്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. ഇനി ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ച് നാമം ജപിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെന്താ? അവയർനെസ്സോടുകൂടി ഇത് ചെയ്യുക. എപ്പോഴൊക്കെ ഈശ്വരനെ സ്മരിക്കണം തോന്നുവോ, ഈശ്വരൻ അവയർനെസ് ആണ്, ആ അവയർനെസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ അവയർനെസ് പോവും, അത് പോയിക്കോട്ടെ. എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ അവെയർ ആയി തുടങ്ങുക. അങ്ങനെ എക്കാലവും പരിശ്രമിക്കുന്നത് ആ ഉത്തമ ബ്രാഹ്മണർ ഭഗവാന് സമന്മാർ തന്നെയാകുന്നു. അങ്ങനെയുള്ളവരെ സേവിച്ചാലും ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യം തന്നെയാണ്. ആര്യന്മാരെ, അപ്പം ഇത് കേൾക്കുമ്പോൾ ആര്യ ദ്രാവിഡ വകഭേദങ്ങളുണ്ട് ഇവിടെ എന്നൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥകളാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് കഥകളാണ്. അത് കഥകളാണ്. ഒരു വസ്തുതയെ ഒരാൾ കാണുന്ന രീതിയാണ് അയാളുടെ ചരിത്രാഖ്യാനം. വേറൊരാൾ വേറെ രീതിയിലായിരിക്കും അതിനെ കാണുന്നത്. അപ്പൊ ഇവിടെ ആര്യന്മാരെ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരായവരെ, ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരെ എന്നർത്ഥം. അപ്രകാരമുള്ള ഉത്തമ ബ്രാഹ്മണരുടെ പാദ പങ്കജ രേണുക്കളെ എൻ്റെ കിരീടത്തിൽ ഞാൻ ജീവിതകാലം മുഴുവനും ധരിക്കും. ആ ധൂളികളെ ധരിക്കുന്നവന്റെ സകല പാപങ്ങളും ക്ഷണത്തിൽ നശിച്ചു പോകും, സകല സദ്ഗുണങ്ങളും അവരെ തേടി എത്തും. ഈ ഒരു കോൺസെപ്റ്റ്, ഈശ്വര സങ്കല്പം ഞാൻ നേരത്തെയും പറഞ്ഞത്, ഇത് മറ്റേത് മതത്തിൽ കാണാൻ സാധിക്കും? ഇവിടെ ഭഗവാൻ പറയുകയാണ് അപ്രകാരമുള്ള, ഇവിടെ നേരത്തെ പറഞ്ഞു എക്കാലവും പരിശ്രമിക്കുന്നത് അവർ ഭഗവാന് സമന്മാർ തന്നെയാകുന്നു എന്നാണ്. ആ പരിശ്രമിക്കുന്നവരുടെ അപ്രകാരമുള്ള ഉത്തമ ബ്രാഹ്മണരുടെ പാദ പങ്കജ രേണുക്കളെ, കാൽപ്പൊടികളെ, അവരുടെ പാദത്തെ വെറും കാലിനല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ കാലിനെ എങ്ങനെയാണോ താമരോപമമായി കാണുന്നത്, അതുപോലെ ഭഗവാനും തൻ്റെ ഭക്തരുടെ പാദങ്ങളെ പങ്കജോപമമായാണ് കാണുന്നത്. പാദ പങ്കജ രേണുക്കളെ, പങ്കജത്തിന്റെ രേണു എന്ന് പറഞ്ഞാൽ പൂമ്പൊടിയാണ്. പാദമാകുന്ന താമരപ്പൂവിന്റെ പൊടികളെ, കാൽപ്പൊടികളെ എൻ്റെ കിരീടത്തിൽ ഞാൻ ജീവിതകാലം മുഴുവനും ധരിക്കും. ഭഗവാന്റെ ജീവിതകാലം എത്രയാ? ഇറ്റേണലാണ്, ഇറ്റേണിറ്റിയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. അപ്പൊ അദ്ദേഹത്തിന്റെ കിരീടത്തിൽ അലങ്കരിക്കുന്നത് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സദാ പ്രവർത്തിക്കുന്നവരുടെ പാദരേണുക്കളാണ്. പാദരേണുക്കള് കിരീടത്തിൽ പതിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഭക്തരുടെ തന്നിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി
അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ പാദപത്മങ്ങളെ ഭഗവാൻ നമിക്കുന്നു. ഭഗവാന്റെ പാദപത്മങ്ങളെ ഭക്തർ നമിക്കുന്നു. ഭഗവാനും ഭക്തരും ഒരു പാരസ്പര്യത്തിന്റെ ഭാഗമാണ്. ഇത് അടിമത്ത വ്യവസ്ഥിതിയുടെ ഭാഗമല്ല, ഇതൊരു പാരസ്പര്യത്തിന്റെ ഭാഗമാണ്. എൻ്റെ ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു പാരസ്പര്യമാണ്. എത്ര ഉദാത്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഭാരതീയ സംസ്കൃതിയെ മറ്റ് സംസ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വിശകലനം ചെയ്താൽ മനസ്സിൽ ആവുകയില്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഭാരതീയ സംസ്കൃതിയുടെ മടിത്തട്ടിൽ കയറി തന്നെ അതിനെ അറിയുവാൻ ശ്രമിക്കണം. അപ്രകാരമുള്ള ഉത്തമ ബ്രാഹ്മണരുടെ പാദപങ്കജ രേണുക്കളെ എൻ്റെ കിരീടത്തിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ധരിക്കും. ആ ധൂളികളെ ധരിക്കുന്നവരുടെ സകല പാപങ്ങളും ക്ഷണത്തിൽ നശിച്ചു പോകും. ഈശ്വരോന്മുഖരായി സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ പാദപത്മങ്ങളിലുള്ള നമസ്കാരം സകല പാപങ്ങളെയും ഇല്ലാതെയാക്കും. പാപം ഈശ്വരനിൽ നിന്നുള്ള അകൽച്ച, അതിനെ ഇല്ലാണ്ടാക്കും. സകല സദ്ഗുണങ്ങളും അവരെ തേടിയെത്തും. അവര് പോലും പരിശ്രമിക്കേണ്ട, സകല സദ്ഗുണങ്ങളും അവരെ തേടിയെത്തും. ദുർഗുണങ്ങളെല്ലാം ഈ പാദ നമസ്കാരത്തിൽ ഇല്ലാതെയാകും. സദ്ഗുണങ്ങൾ അവരെ തേടിയെത്തും. സകല സദ്ഗുണങ്ങളുടെയും ആസ്ഥാനമായും സൗശീല്യത്തെ ഏറ്റവും വലിയ സമ്പത്തായി കരുതിയും മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരത്തെ ഒരിക്കലും മറക്കാതെയും സജ്ജനങ്ങൾ, വിദ്വാൻമാർ, മാതാപിതാക്കൾ, വയോധികർ എന്നിങ്ങനെയുള്ള വൃദ്ധന്മാരെ ആശ്രയിച്ചുകൊണ്ടും കാലം കഴിക്കുന്ന പുരുഷന് എല്ലാ പുരുഷാർത്ഥങ്ങളും കരഗതമാകും. ആയതിനാൽ ബ്രാഹ്മണരും ഗോക്കളും ഭഗവാൻ വാസുദേവനും അവിടുത്തെ ഭക്തന്മാരും എന്നിൽ പ്രസാദിക്കണമേ പ്രസാദിക്കണമേ. സകല സദ്ഗുണങ്ങളുടെയും ആസ്ഥാനമായും സൗശീല്യത്തെ ഏറ്റവും വലിയ സമ്പത്തായി കരുതിയും മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരത്തെ ഒരിക്കലും മറക്കാതെയും സജ്ജനങ്ങൾ, വിദ്വാൻമാർ, മാതാപിതാക്കൾ, വയോധികർ എന്നിങ്ങനെയുള്ള വൃദ്ധന്മാരെ ആശ്രയിച്ചുകൊണ്ടും കാലം കഴിക്കുന്ന പുരുഷൻ. പുരുഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഉടനെ വീണ്ടും സെക്ടേറിയൻ ഡിവിസീവ് ചിന്താഗതിയിലേക്ക് വീഴണ്ട. പുരിയിൽ ശയിക്കുന്നത് നേർത്തുള്ളൂ. അത് ശബ്ദത്തിന്റെ പുല്ലിംഗം മാത്രമാണ്. പുരുഷൻ എന്ന ശബ്ദം പുല്ലിംഗമാണ്, പക്ഷെ അത് പുരുഷനെ മാത്രം സൂചിപ്പിക്കുന്നതല്ല. അതിൽ സ്ത്രീകളും പെടും. അതിൽ പുരുഷനും സ്ത്രീകളും മാത്രമൊന്നുമല്ല, സർവ്വജീവജാലങ്ങളും. കാരണം പുരി എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്, ശരീരത്തിൽ ശയിക്കുന്ന ജീവൻ. സകല പ്രാണികളും അതിൽ പെടും. സകല സദ്ഗുണങ്ങളുടെയും ആസ്ഥാനമായും സൗശീല്യത്തെ ഏറ്റവും വലിയ സമ്പത്തായി കരുതിയും ഈ ഈശ്വരോന്മുഖരായിട്ടുള്ളവരെ നമസ്കരിക്കുന്നവര് സകല സദ്ഗുണങ്ങളുടെ, കാരണം സദ്ഗുണങ്ങൾ അവരെ തേടിയെത്തും, സകല സദ്ഗുണങ്ങളുടെയും ആസ്ഥാനമായി തീരും അവര്. സൗശീല്യത്തെ ഏറ്റവും വലിയ സമ്പത്തായി കരുതിയും നല്ല ശീലങ്ങളെ, നല്ല ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരനിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ശീലങ്ങൾ നല്ല ശീലങ്ങൾ, ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന ശീലങ്ങൾ ദുശ്ശീലങ്ങൾ. അത്രയാണ് അതിനർത്ഥമുള്ളൂ. അപ്പൊ സൗശീല്യത്തെ ഏറ്റവും വലിയ സമ്പത്തായി കരുതിയും, ലൗകികാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥങ്ങളെ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ ഇതിന്റെ പൊരുള് കിട്ടില്ല. അതുകൊണ്ട് സൗശീല്യം എന്നുള്ള വാക്കിന് ഇവിടെ ഇതാണ് അർത്ഥം, നല്ല ശീലം, ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന ശീലം. അപ്പൊ നമ്മുടെ ശീലങ്ങളെയൊക്കെ ആ രീതിയിൽ പരിശോധിക്കാം. എനിക്ക് ഇന്ന ശീലങ്ങളൊക്കെ ഉണ്ട്. ആ ശീലങ്ങളിൽ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ശീലങ്ങളേവാ? അത് സൗശീല്യം, സുശീലത. ഈശ്വരനിൽ നിന്ന് എന്നെ അകറ്റുന്ന ശീലങ്ങളേവാ? അവ ദുശ്ശീലം. ദുശീലവും സുശീലവും അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ സൗശീല്യത്തെ ഏറ്റവും വലിയ സമ്പത്തായി കരുതിയും മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരത്തെ ഒരിക്കലും മറക്കാതെയും, മറ്റുള്ളവർ തനിക്ക് ചെയ്യുന്ന ഉപകാരത്തെ ഒരിക്കലും മറക്കാതെയും, അവിടെ പറയാതെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, താൻ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരത്തെ ഓർക്കാതെയും. ഈ മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന
ഉപകാരത്തെ നമ്മൾ മറക്കാതിരുന്നാൽ നമ്മളിൽ എപ്പോഴും ഒരു വിനയമുണ്ടാകും. മറ്റുള്ളവർക്ക് നാം ചെയ്തിട്ടുള്ള ഉപകാരത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരുന്നാൽ അഹങ്കാരമുണ്ടാകും. അഹങ്കാരമുണ്ടാക്കുന്ന ശീലം ദുശ്ശീലം, വിനയത്തെ ജനിപ്പിക്കുന്ന ശീലം സുശീലം. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരത്തെ ഒരിക്കലും മറക്കാതെയും, സജ്ജനങ്ങൾ, വിദ്വാൻമാർ, മാതാപിതാക്കൾ, വയോധികർ എന്നിങ്ങനെയുള്ള വൃദ്ധന്മാരെ ആശ്രയിച്ചുകൊണ്ടും, 4 തരത്തിലുള്ള വൃദ്ധന്മാരെയാണ് ഇവിടെ പറയുന്നത്. ഇത് പ്രായം മാത്രമല്ല. സജ്ജനങ്ങള്, വിദ്വാൻമാർ, സജ്ജനങ്ങള് സത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവര്, വിദ്വാൻമാര് അറിവുള്ളവര്, മാതാപിതാക്കൾ അച്ഛനമ്മമാര്, സ്വന്തം അച്ഛനമ്മമാര് മാത്രമല്ല അച്ഛനമ്മമാർക്ക് തുല്യരായിട്ടുള്ളവരും, വയോധികർ വൃദ്ധർ പ്രായം കൂടിയവരെയും എന്നിങ്ങനെയുള്ള വൃദ്ധന്മാരെ ആശ്രയിച്ചു കൊണ്ടും, അവരെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും. ഭാരതത്തിൽ മാത്രമാണ് വൃദ്ധന്മാർക്ക് ഈ ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മറ്റെല്ലാ രാജ്യങ്ങളിലും വൃദ്ധന്മാരെ ഒരു നോൺ പ്രൊഡക്റ്റീവ് വിഭാഗമായിട്ടാണ് കരുതുന്നതെങ്കിൽ ഭാരതം ആശ്രയിക്കേണ്ടവരുടെ കൂട്ടത്തിൽ, ആരാധിക്കേണ്ടവരുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നു വയോജനങ്ങളെ, വയോധികരെ, വയസ്സിൽ അധികം ഉള്ളവരെ, വയസ്സധികമായിട്ടുള്ളവരെ, പ്രായമായവരെ. ഇവിടെ പ്രായമായവരൊരു നോൺ പ്രൊഡക്റ്റീവ് വിഭാഗമല്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പ്രായമായവർ നോൺ പ്രൊഡക്റ്റീവ് വിഭാഗമാവുകയും അവരുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ ആശങ്കാകുലരാവുകയാണ്. ആ ആശങ്കയ്ക്ക് എങ്ങനെയാണാവോ അവർ പരിഹാരം കണ്ടെത്താൻ പോകുന്നത് എന്ന് മാത്രമേ നമുക്കറിയാത്തതായിട്ടുള്ളൂ. അത് ചിലപ്പോൾ വളരെ ക്രൂരമായ പരിഹാരവും ആയേക്കാം. പക്ഷെ ഭാരതത്തിന്റെ സംസ്കൃതിയിൽ ഈ ഒരു വിഷയമില്ല. ഇവിടെ വയസ്സായവർ വേണ്ടാത്തവരല്ല, അവരാണ് ദ മോസ്റ്റ് നീഡഡ്, മോസ്റ്റ് വാണ്ടഡ് പീപ്പിൾ. അവരെയും ആശ്രയിച്ചുകൊണ്ടും കാലം കഴിക്കുന്ന പുരുഷന് എല്ലാ പുരുഷാർത്ഥങ്ങളും, ധർമ്മം, അർത്ഥം, കാമമോക്ഷം കരഗതമാകും. ആയതിനാൽ അതുകൊണ്ട് ബ്രാഹ്മണരും ഗോക്കളും ഭഗവാൻ വാസുദേവനും അവിടുത്തെ ഭക്തന്മാരും എന്നിൽ പ്രസാദിക്കണമേ. അതുകൊണ്ട് ഈശ്വരനെ അറിഞ്ഞവർ, ഈശ്വരനെ അറിയുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ, ഗോക്കൾ, പശുക്കൾ, പശു എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളും എടുക്കാം, ഗോക്കളും ഭഗവാൻ വാസുദേവനും. അവിടുത്തെ വാസുദേവൻ മാത്രമല്ല, ഈശ്വരനെ അറിഞ്ഞവർ മാത്രമല്ല, ഈശ്വരനെ അറിയുവാൻ വേണ്ടി സദാ പരിശ്രമിക്കുന്നവർ മാത്രമല്ല, ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾ മാത്രമല്ല, ഭഗവാൻ വാസുദേവൻ മാത്രവും അല്ല, പിന്നെയോ അവിടുത്തെ ഭക്തന്മാരും എന്നിൽ പ്രസാദിക്കണമേ. ഭഗവത് ഭക്തരുടെ പോലും പ്രസാദത്തെ, അനുഗ്രഹത്തെ പ്രാർത്ഥിക്കുക. ഇത് വളരെ ഉദാത്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണിത്. ഈ കാഴ്ചപ്പാടുകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് വാസ്തവത്തിലുള്ള വികസനം. ബോധ വികാസമാണ് ശരിക്കുമുള്ള വികസനം.